ഹായ് ഓൾ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് കയ്പ്പയ്ക്ക കൊണ്ടൊരു തീയൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു 2 മീഡിയം സൈസ് കയ്പ്പയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിൽ പുളിവെള്ളം ഒഴിച്ച് കുതിർത്തി അരമണിക്കൂർ വെക്കുന്നുണ്ട്. കയ്പ്പയ്ക്കയുടെ കയ്പ്പൊന്ന് മാറാനായിട്ട് എങ്ങനെ ചെയ്യുന്നത്, വേണമെങ്കിൽ വെള്ളത്തിൽ കുറച്ച് വിനേഗർ ഒഴിച്ചിട്ട് അതിലും അരമണിക്കൂർ കുതിർത്തി വെക്കാട്ടുള്ളൂ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് ഉലുവ, ഒരു 6 വറ്റൽമുളക്, കുറച്ച് നാളികേരം, ഒരു 8 ടേബിൾ സ്പൂൺ നാളികേരം ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് നാളികേരം ചുവക്കെ വറക്കണം. ഇത് ആറിയിട്ട് മിക്സിയിലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി വേറൊരു കടായിയോ പാനോ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലൊരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടുമ്പോൾ അതിലൊരു 8 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വതക്കണം. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കയ്പ്പയ്ക്ക നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടല്ലോ പുളിവെള്ളത്തിൽ, ആ പുളിവെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് അതിനെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാർന്ന ശേഷം നമ്മളിതിലിട്ട് കൊടുത്ത് കയ്പ്പയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് 1 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വറുക്കുമ്പോൾ തന്നെ നമ്മളതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കയ്പ്പയ്ക്ക വറുക്കണം. കയ്പ്പയ്ക്കയുടെ കളറൊക്കെ മാറി വന്നാൽ അതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേണം നമ്മൾ കയ്പ്പയ്ക്ക വറുത്തെടുക്കാൻ. ഇനി ഈ പുളിവെള്ളം നന്നായിട്ട് തിളച്ചൊന്ന് വറ്റണം, അതുവരെ അതിനെ വേവിക്കണം. ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പോരാ തോന്നിയാൽ പുളിവെള്ളം തിളപ്പിച്ചിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കി ആ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൂട്ടാനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഉപ്പോ പുളിയൊക്കെ പോരാത്തത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അല്ല, ഇനിയിപ്പോൾ നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പുളി പോരാ തോന്നുകയാണെങ്കിൽ പുളിവെള്ളം സെപ്പറേറ്റ് തിളപ്പിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇതിൽ ഈ കൂട്ടാനൊന്ന് തിളയ്ക്കുമ്പോൾ ഈ ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2 ചെറിയ ടീസ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിട്ട് കൊടുത്താൽ നല്ല സ്വാദ് ഉണ്ടാകും. അതൊക്കെ നിങ്ങളുടെ സ്വാദ് അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ. അവസാനം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കുക തന്നെ. കൂട്ടാൻ റെഡി. ഈ കയ്പ്പയ്ക്ക നമ്മൾ പുളിവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, എന്നിട്ട് വറക്കണമുണ്ടല്ലോ, അപ്പം നല്ലോണം അതിൻ്റെ കശപ്പൊക്കെ കുറഞ്ഞ് നല്ല സ്വാദായിരിക്കും. കശപ്പ് അറിയില്ല ഈ കൂട്ടാനിൽ. പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.